പ്രിയപ്പെട്ട മച്ചാന്മാരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് നമുക്ക് പ്ലാച്ചേരി മുക്കട് റൂട്ടിലാണേ. മുക്കട് റൂട്ടിൽ ഞാനൊരു കാഴ്ച കണ്ടോ. നമ്മുടെ നമ്മളിൽപ്പെട്ട ആളുകൾ, നമ്മളിൽപ്പെട്ട ആളെന്ന് പറഞ്ഞാൽ ഞാനല്ല കേട്ടോ, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അതായത് ഈ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തുന്നവരാണ് മാലിന്യങ്ങൾ റോഡിന് ഇരു സൈഡിലും കൊണ്ട് തട്ടുന്നത്. അത് വലിയ വലിയ കീസുകളിലാക്കി ചാക്കുകളിലാക്കിയുമാണ് കൊണ്ട് തട്ടുന്നത് കേട്ടോ. അതിനിടയിൽ കിടക്കുന്ന ആ ബോട്ടിലുകൾ എടുത്തുകൊണ്ട് അവരുടെ ഉപജീവന മാർഗത്തിന് വേണ്ടി കണ്ടോ അവർ പറക്കുകയാണ്. കാരണം ആ മാലിന്യത്തടക്കിയിരിക്കുന്ന ബോട്ടിലുകൾ അവർ പറക്കിക്കൊണ്ട് പോവുക. ആ കുപ്പികൾ പിന്നെ ഈ ഓട്ടോറിക്ഷ വന്ന് കിടന്നുകൊണ്ട് അവരുടെ ഉപജീവന മാർഗത്തിന് വേണ്ടി, അവരങ്ങനെ ജീവിക്കുന്നത് കണ്ടോ. അവരിതിനിടയ്ക്ക് വന്ന് അത്രയും മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയാണ് അവർ. എന്നിട്ട് ആക്രി കടകളിൽ കൊണ്ടുപോയി പൈസ വാങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഏതാണ്ട് കണ്ടോ നിരവധി ആൾക്കാരുണ്ട്. ഇതൊരു വണ്ടി നിങ്ങൾ ആപ്പ കണ്ടല്ലോ, ഇതുണ്ടോ. അപ്പം ഞാനത് നിങ്ങളൊന്ന് ജസ്റ്റ് ഇത് കാണിച്ചു തരാം. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ വേസ്റ്റുകളാണ് കുന്നു കൂട്ടുന്നത് ആൾക്കാരെ. ഈ കുന്നു കൂട്ടുന്നവർ ഒരു പരിധി വരെ അവർ പോലും ചിന്തിക്കത്തില്ല ഈ സമൂഹത്തിന് ഏറ്റവും വലിയ ദ്രോഹമാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇത്തരം ആൾക്കാർ ജീവിക്കാൻ വേണ്ടി ഇതിനകത്തുനിന്ന് ഈ കീസ് പൊട്ടിച്ച് അവർ ബോട്ടിലെടുത്ത് പ്ലാസ്റ്റിക് ശേഖരിച്ചുകൊണ്ട് അവർ ആക്രിക്കടകളിൽ കൊണ്ടുപോയി അവരുടെ ഉപജീവന മാർഗ്ഗം അവർ നടത്തുക കേട്ടോ. അപ്പോൾ അവർ ഒരു കാരണവശാലും നമ്മൾ കുറ്റം പറയാൻ പറ്റില്ല. അവർ ഈ സമൂഹത്തിന് തന്നെ, ഈ നമ്മുടെ നാടിന് തന്നെ സേവനം ചെയ്യണ്ടോ. ആ ബോട്ടിലൊക്കെ അവർ പറക്കിയിടുന്നത് കണ്ടോ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കുറ്റം, നമുക്കും ഇത് വരുമാനം ഉണ്ടാക്കാം. ഈ ബോട്ടിലുകൾ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കും പൈസ കിട്ടും. നമ്മൾ ആക്രിക്കടകളിൽ കൊണ്ട് കൊടുത്താൽ ആക്രിക്കാർ നമ്മുടെ വീടുകൾ തോറും കയറി ഇറങ്ങുകയാണ് അവർ ആക്രിക്ക് വേണ്ടി. എന്നാൽ പോലും നമ്മൾ ആ സാധനം കൊന്നി കുഴിച്ചു മൂടും. അല്ല ഇതുപോലെ കൊണ്ട് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം റോഡിന് ഇരു സൈഡിലും കൊണ്ട് തട്ടിയിടുന്നൊരു സ്വഭാവമാണ് മലയാളിയും പ്രത്യേകിച്ച് മറ്റുള്ള ആൾക്കാർ ഇവിടെ എല്ലാവരും ഒരുമാതിരിപ്പെട്ടെല്ലാം ചെയ്യുന്നൊരു പരിപാടിയാണ്. രാത്രി കാലങ്ങളിൽ വാഹനത്തിൽ പോവുക, ആരും അറിയാത്ത രീതിയിൽ വെട്ടമില്ലാത്ത സ്ഥലത്ത്, വെളിച്ചമില്ലാത്ത സ്ഥലത്ത് റോഡിന് ഇരു സൈഡിലേക്ക് തട്ടുക. അവർ തന്നെ നോക്കുക ക്യാമറ ഉണ്ടോ, മറ്റുള്ള കാര്യങ്ങൾ. അതാണ് നമ്മൾ ചെയ്യുന്ന സാമൂഹിക വിരുദ്ധത. ഇതിന് മാറ്റം വരുത്തണം. കേരളത്തിൽ സമൂലമായൊരു മാറ്റം നമ്മൾ, പ്രത്യേകിച്ച് ഇതുപോലുള്ള മാലിന്യങ്ങൾ തള്ളുന്നവർ തീർച്ചയായിട്ടും അവർ തന്നെ ഒരു ബോധവൽക്കരണം ആകട്ടെ. കാരണം ഇത്തരം പരിപാടികൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ സമൂഹത്തിന് ദ്രോഹമാണ് ചെയ്യുന്നതെന്ന് അവർ മനസ്സിലാക്കുക. അപ്പം നമ്മളിതിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്ത് അവരെ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിൽ ഇത്തരം കാര്യങ്ങൾ കാണുന്നവർ എന്ത് ചെയ്യണം, അവരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കുകയാണ്. അതായത് സമൂഹ നന്മ, നമ്മുടെ നാടിൻ്റെ നന്മ, നമ്മുടെ പ്രകൃതിക്ക് നന്മ എന്ന് പറയുകയാണ് നമ്മുടെ ആസാംകാരൻ ഇബ്രാഹിമും ഇതിൻ്റെ ഒത്ത് പറഞ്ഞ നൂർ ജമാലും ഈ കണ്ടോ ഇവർ കാണിക്കുന്ന അവരുടെ ഉപജീവന മാർഗം. ഗരീബ് അൽമിയെ ഗരീബ് അൽമി എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവരാണ്. അവരുടെ ഉപജീവന മാർഗത്തിന് അവരിവിടെ വന്ന് ചെയ്യുന്ന തൊഴിൽ അവർ പൈസ ഉണ്ടാക്കുന്നു. അപ്പോൾ അതിനെ നമ്മൾ ഒരു കാരണവശാലും നമ്മൾ ഈ മാലിന്യം തള്ളാതിരിക്കുക എന്നുള്ളതിന് എനിക്ക് പറയാം. ഈ ഒരു സന്ദേശം ഉടനടി വാർത്ത നൽകുന്നു. ഉടനടി വാർത്തയുടെ ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ഫോളോ ചെയ്യണം. ഫേസ്ബുക്ക് പേജുണ്ട്, അതുപോലെ ഉടനടി വാർത്ത കേരള, അതുപോലെ വാട്സപ്പ് ചാനൽ നമ്പർ 1 ആണ് നമ്മുടെ വാർത്താ ചാനൽ. അതുപോലെ തന്നെ യൂട്യൂബ് ചാനലുണ്ട് നമ്മുടെ ഉടനടി വാർത്തകളെന്ന്. യൂട്യൂബ് ചാനൽ നിങ്ങൾ ഉടനടി വാർത്തകൾ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ലിങ്ക് ചെയ്താൽ നിങ്ങൾ തീർച്ചയായിട്ടും യൂട്യൂബിൽ കയറിയാൽ നമ്മുടെ വാർത്തകൾ കാണാം, വിശേഷങ്ങൾ കാണാം, കൗതുക കാര്യമായി കാണുക, ബിസിനസ് പ്രൊമോഷൻ കാണാം, ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം കാണാം. നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു. അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.